We already discussed the structure of pre-RAM model. It is one of the most popular models for designing parallel algorithm. A PRAM consists of unbounded number of processors interacting with each other through a shared memory or a common communication network. എന്ന് പറഞ്ഞാൽ number of processing elements they have the capability to communicate each other through shared memory. ഒന്നുകിൽ അവ മെമ്മറി ഷെയർ ചെയ്യാം, അതായത് ടൈറ്റ്ലി കപ്പിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. There are many ways to implement PRAM model. In this unit, we will discuss three of them, that is message passing, shared memory and data parallel. More than that, a number of languages and routine libraries have been invented to support these models, that is this message passing, shared memory, data parallel. Two important among them are message passing interface MPI and parallel virtual machine PVM. In the case of message passing interface, message passing is most widely used in parallel programming. As the name implies, different processing elements that are the part of our parallel computer, അല്ലെങ്കിൽ parallel computingന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പോർട്ടബിൾ എലമെൻറ്റ്സ് അവയുടെ എഫക്റ്റീവ് മെസ്സേജ് പാസിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മെസ്സേജ് പാസിംഗ് വഴിയായിരിക്കും. മിക്കവാറും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി സിസ്റ്റംസ് ആയിരിക്കും ഉപയോഗിക്കുക. മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുമ്പം ഒരു സിങ്ക്രണൈസേഷനും നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഫിഗർ അവർ തരുന്നുണ്ട്. ഈ ഫിഗറിനുള്ളിൽ ലോക്കൽ മെമ്മറി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സിംഗ് ഇലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ n പ്രോസസ്സിംഗ് ഇലമെൻറ്റ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും തന്നിട്ടുണ്ട്. Here the programmer is responsible for determining all the parallelism and multiple processors across the arbitrary number of machines, each with its own local memory, exchange data through send and receive communication between the process. സെൻഡും റിസീവും രണ്ട് ഫങ്ഷൻസ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ എൻഡുകൾ എന്ന് പറയാം. അപ്പോൾ പ്രോസസ്സിംഗ് എലമെൻറ്റ് 1 അതിൻ്റെ ലോക്കൽ മെമ്മറി യൂസ് ചെയ്ത് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലേക്ക് അതിൻ്റെ റിസൾട്ട് സെൻഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് അഡ്രസ്സി അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പ്രോസസ്സിംഗ് എലമെൻറ്റ് ഏതാണോ അത് ആ കമ്പോണൻറ്റിനെ റിസീവ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിലായിരിക്കും അവിടെ അത് നടക്കുക. അങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിൻ്റെ അകത്ത് അതിൻ്റെ പാർട്സ് അല്ലെങ്കിൽ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. ദ ഐഡൻറ്റിറ്റി ഓർ ദി അഡ്രസ് ഓഫ് ദി പ്രോസസ്സർ ദാറ്റ് ഇസ് സെൻഡിങ് ദ മെസ്സേജ്, സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി ഡേറ്റ ഓൺ ദ സെൻഡിങ് പ്രോസസ്സർ, type of data being sent, the size of data, the identity address of processor are receiving the message, and starting address of storage for the data on the receiving processor. So communication may be in the following two forms. രണ്ട് ഫോമിലാവാം. point to point communication. Point to point communication is the simplest form of communication. A message is sent from sending processor to the receiving processor. The message passing in point to point communication can be in two modes. രണ്ട് രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, synchronous and asynchronous. In synchronous transfer mode, the next stage is sent only after the acknowledgement. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതേ സിങ്ക്രണൈസേഷൻ തന്നെയാണ് ഇവിടെയും. എ എന്ന് പറയുന്ന സെൻറ്റർ ബിയിലേക്ക് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്താൽ ബിയിൽ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് എ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ് അക്നോളജ്മെൻറ്റിന് ശേഷം മാത്രമേ നമ്മൾ സെൻഡ് ചെയ്യത്തുള്ളൂ. ഇൻ ദിസ് മോഡ് ദ സീക്വൻസ് ഓഫ് ദി മെസ്സേജ് ഈസ് മെയിൻറ്റെയിൻഡ്. കളക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ മോർ ദാൻ 2 പ്രോസസ്സേഴ്സ് ആർ അലൗഡ് ഇൻ ദിസ് കമ്മ്യൂണിക്കേഷൻ.
Such type of communication is known as collective communication. കളക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് തന്നെ 3 രീതിയുണ്ട്: ബാരിയർ, ബ്രോഡ്കാസ്റ്റ് ആൻഡ് റിഡക്ഷൻ. ഇൻ ബാരിയർ മോഡ്, no actual transfer of data takes place unless all processes involved in the communication execute a particular block called carrier block. എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാവുന്ന എല്ലാ പ്രോസസ്സിംഗ് ഇലമെൻസും കരിയർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അതുപോലെയുള്ള ഒന്നാണ് ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് തന്നെയാണ്. അത് 1 to all ആവാം, all to all ആവാം. In 1 to all broadcasting, one processor sends the same message to several destinations. And in all to all broadcasting, the communication takes place in many to many fashion. Then reduction. In reductions, one member of the group collects data from other members, reduces them to a single data item, which is usually made available to all of the participating processes. Then merits of message passage programming are: provide excellent low-level control parallelism, portable, minimal overhead and less error prone. നെക്സ്റ്റ് വൺ ഈസ് ഷെയർഡ് മെമ്മറി. നമ്മൾ നേരത്തെ കണ്ട ഷെയർഡ് മെമ്മറി തന്നെയായിരിക്കും ഇവിടെയും. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഷെയർഡ് മെമ്മറി ആയിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള പ്രോസസ്സേഴ്സ്, ദിസ് മോഡൽ ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് SMP, ദാറ്റ് ഈസ് സിമെട്രിക് മൾട്ടി പ്രോസസ്സേഴ്സ്. Then next one is message passing interface. Message passing interface is a universal standard for providing communication among multiple concurrent processors on a distributed memory system. നമ്മൾ 2 വേർഷനാണ് ഇവിടെ പറയുന്നത്. MPI 1 MPI 2 കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. MPI 1 അല്ലെങ്കിൽ MPI 2 ഇതിനകത്ത് നമ്മൾ ശരിക്കും അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് റൊട്ടീൻ ലൈബ്രറീസ് ആണ്. ആ ലൈബ്രറീസ് നമുക്ക് നമ്മുടെ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++ ഒക്കെ യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. MPI 1ൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ, കളക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഗ്രൂപ്പ്സ്, വെർച്വൽ പ്രോസസ് ടോപ്പോളജീസ്, ബൈൻഡിങ് ഫോർ ഫോർട്രാൻ. ദെൻ MPI 2ൻ്റേത് ഡൈനാമിക് പ്രോസസ് മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, വൺ സൈഡ് ഓപ്പറേഷൻ, ദെൻ ബൈൻഡിങ് ഫോർ C++. MPI's advantage over older message passing libraries is that it is both portable and fast. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ലാംഗ്വേജിൽ നിന്നും അതിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ MPI ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അത് കൂടുതൽ റിസർച്ചുകൾ നടത്തി അഡ്വാൻസ്ഡ് വേർഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ പുതിയ പുതിയ ഡീറ്റെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. തന്നെയുമല്ല ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഈ വീഡിയോ വഴി ഇങ്ങനെ തരാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു MPI യൂസ് ചെയ്ത് ഒരു കോഡ് എഴുതുന്നത്, അതിനെ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 31 ഒരു എക്സാമ്പിൾ അവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ C പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്യുന്നത് പോലെ അവിടെ നമ്മൾ ഹെഡർ ഫയൽ, അപ്പം stdio.h അല്ലെങ്കിൽ conio.h എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ MPI.h എന്ന് പറയുന്ന ഹെഡർ ഫയലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യും. അപ്പം നമ്മൾ സാധാരണഗതിയിൽ സേവ് ചെയ്യുന്നത് പ്രോഗ്രാം നെയിം .c എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് MPCC എന്ന് പറയുന്ന കമാൻഡ് ആയിരിക്കും. റൺ ചെയ്യാൻ വേണ്ടി MPI റൺ പ്രോഗ്രാം നെയിം അതിൻ്റെ സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത് -NB n എന്നായിരിക്കും. ഇതിൻ്റെ ലാബൊന്നും നമുക്കില്ല, പക്ഷേ ഈ കമാൻഡ്സ് എല്ലാം പഠിച്ചിരിക്കണം. അതുപോലെ കുറച്ച് മെസ്സേജ് പാസിംഗ് ഇൻ്റർഫേസ് ഫങ്ഷൻസും പഠിച്ചിരിക്കണം. ഈ ഫങ്ഷൻസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ MPI ഇനിറ്റാണ്. ഇനിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ചെണ്ണം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ സിൻറ്റാക്സും ഓരോ ആർഗ്യുമെൻറ്റും എന്താണെന്നുള്ളതും പഠിക്കണം. അതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത് ഇൻറ്റ് സ്റ്റാർ ARGC സ്റ്റാർ ARGV എന്നാണ്. അപ്പോൾ അതിനുള്ളിൽ ARGC നമ്മുടെ ആർഗ്യുമെൻറ്റ് പോയിൻ്റർ തന്നെയാണ്. അതുപോലെ ഇൻറ്റ് MPI ഫൈനലൈസ് വോയിഡ്, അത് നമ്മൾ ആ MPI എൻവയോൺമെൻറ്റിനെ ടെർമിനേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മളുടെ ഒരു പാരലൽ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മെഷീൻ ആയിരിക്കില്ല, മൾട്ടിപ്പിൾ പ്രോസസ്സിങ് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ ലാബൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും മൾട്ടിപ്പിൾ പ്രോസസ്സിങ് എലമെൻറ്റ്സ് ഉള്ള മെഷീൻസ് ഉണ്ടാവില്ല. നമ്മളപ്പോൾ ചെയ്യുന്നത് എന്തായിരിക്കും, ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിനെ പ്രോപ്പർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിളായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ ഒരു ഔട്ടർ ലെയർ, ആ ഔട്ടർ ലെയറാണ് നമ്മളുടെ മെസ്സേജ് പാസിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അത് അപ്പം നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ MPI സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, MPIയെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളവിടെ പ്രോഗ്രാം എഴുതി കൊടുക്കുമ്പം ഈ MPI വർക്ക് എൻവയോൺമെൻറ്റിലേക്ക് ശ്രദ്ധിക്കുക, MPI വർക്ക് എൻവയോൺമെൻറ്റിലേക്ക് കുറച്ച് നേരത്തേന് നമ്മൾ നമ്മുടെ മെഷീനെ അല്ലെങ്കിൽ മെഷീൻ്റെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ നെറ്റ്വർക്ക്ഡ് മെഷീനെ അല്ലെങ്കിൽ നമ്മുടെ പാരലൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിനെ, സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു 5-6 മെഷീൻസ് കണക്ട് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാത്രം അതിനെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് MPI ഇനിറ്റ് എന്ന് പറയുന്നത്. അത് തീർന്നു എങ്കിൽ അപ്പോഴാണ് നമ്മൾ MPI ഫൈനലൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻറ്റ് MPI കോം സൈസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെ MPI കോം എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുന്നുണ്ട്, ഇൻറ്റ് സൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ റാങ്കിങ് പറയുന്നുണ്ട്. ദെൻ മെസ്സേജ് പാസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്. അപ്പം മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെസ്സേജ് അഡ്രസ്സ് പറയണം, സെൻഡേഴ്സ് അഡ്രസ്, ദെൻ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഡേറ്റ ഐറ്റംസ് ദാറ്റ് ഒക്കർ ഇൻ എ മെസ്സേജ്, പിന്നെ ഡേറ്റ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ പാസ് ചെയ്യുന്നതെന്നുള്ളത് പറയണം, പിന്നെ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ റാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാവും, അത് സെൻഡ് ചെയ്യുന്ന ആളുടെ റാങ്കും റിസീവ് ചെയ്യുന്ന ആളുടെ റാങ്കും പറയണം. Then we must specify a tag, identifier for specifying the message or type of the message. Then COM, the communicator. It is an object wrapping context and a group of processor. ഇത്രയും കുറഞ്ഞൊരു പക്ഷം നമ്മൾ സെൻഡ് എന്ന് പറയുന്നതിൻ്റെ അകത്തും റിസീവ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ രണ്ട് ഫംഗ്ഷനാണ്. MPI സെൻഡും MPI റിസീവും നമ്മൾ സെൻഡിനും റിസീവിനും വേണ്ടിയിട്ട് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കണം. ഓരോ ആർഗ്യുമെൻറ്റും എന്താണെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിൻ്റ് ടു പോയിൻ്റ് മെസ്സേജ് പാസിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബഫേർഡ് മോഡ്, സിങ്ക്രണസ് മോഡ്, റെഡി മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്. അപ്പോൾ ഈ ഓരോ മോഡും യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. എല്ലാം ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും കുറച്ച് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തരുന്നുണ്ട്, ആ എക്സാമ്പിൾ പ്രോഗ്രാം പഠിക്കണം. അത് പഠിക്കാനായിട്ട് എളുപ്പമാണ്, കാരണം അതിനുള്ളിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഒരു C പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്. മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻറ്റ് ARGC ചാർ ARGV എന്ന് പറയുന്നു. ഇൻറ്റിജർ വേരിയബിൾ ടെമ്പ്, ഐ, സം, എസ്, എൻ, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അറേയ്സാണ്. പിന്നെ അതിൽ ആ ഫസ്റ്റ് പ്രോഗ്രാമിൽ നിന്ന് MPI കമ്മ്യൂണിക്കേഷൻ സൈസ് പറയുന്നു, റിസീവറിൻ്റെ റാങ്ക് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഡേറ്റ സ്കാൻഎഫ് വഴി സ്കാൻ ചെയ്ത ഡേറ്റയെ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ സെൻഡിങ് പോർഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ റിസീവ് ചെയ്യണം. അപ്പോൾ MPI റിസീവും അവിടെ പറഞ്ഞു കൊടുക്കും.